എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ദൈവം പറഞ്ഞ വാക്കുകളല്ല ഈ വാക്യങ്ങൾ, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച ഒരു ഭക്തൻ പറഞ്ഞ വാക്കുകളാണ്. ഭയവും പേടിയും ഒന്നോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. പേടിയില്ല എന്ന് പലരും പറയുമെങ്കിലും ചില സാഹചര്യങ്ങൾ അടുക്കുമ്പോൾ നമുക്കറിയാം ഉള്ളിൽ ഉണ്ടാകുന്ന ഭയം. ഏറ്റവും വലിയ ഭയമാണല്ലോ മരണഭയം. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, മരണഭയത്തിലായിരുന്ന നമ്മെ തന്റെ പുത്രന്റെ മരണത്താൽ രക്ഷിച്ചു എന്ന്. അപ്പോൾ ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ ഭയവും ഭീതിയും എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ ഒരിക്കൽ ദാവീദ് പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അപ്പോൾ ഭയം കൂടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. കൂടെ ഒരാളുണ്ടെങ്കിൽ ഭയം കുറയുമല്ലോ. കൂടെ ഒരാളുണ്ടെങ്കിൽ ഭയം കുറയും. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭക്തൻ പറയുന്നത്, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷ, ഞാൻ ആരെ ഭയപ്പെടും? അപ്പോൾ വെളിച്ചമുള്ളിടത്ത് ഭയം ഉണ്ടാകില്ല. നല്ല വെളിച്ചമുള്ളിടത്ത് എന്തിനാ ഭയക്കേണ്ട ആവശ്യം? ഇരുളുള്ളപ്പോഴാണ് ഭയം വർദ്ധിക്കുന്നത്. അപ്പോൾ യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാണ് എന്ന് പറയുമ്പോൾ ആ ദിവ്യപ്രകാശം നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു നിന്നാൽ ഭയക്കേണ്ടതായി വരുന്നില്ല. യഹോവ എന്റെ ജീവന്റെ ബലം, അങ്ങനെയുള്ളവർക്ക് പേടിക്കേണ്ടി വരുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് ഭയവും ഒക്കെ നമുക്ക് വർദ്ധിപ്പാൻ സാധ്യതയുള്ളത്. ഒരിക്കൽ സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, എന്റെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളിൽ, വൻ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എന്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. പത്രോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞു, നിർമ്മതരായിരിപ്പീൻ, ഇംഗ്ലീഷിൽ ബി ബാലൻസ്ഡ് എന്നാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത ഭാരങ്ങൾ, ബുദ്ധിക്കെത്താത്ത ചിന്തകൾ, നമുക്ക് സാധൂകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ചിന്തിക്കുക, ഇതൊക്കെയാണ് നമ്മെ ഭയത്തിലേക്കും പേടിയിലേക്കും നയിക്കുന്നത്. നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് ചെയ്യുവാൻ നമ്മൾ മുൻപോട്ട് പോകുക. നമുക്ക് കഴിയാത്തതിനെ ചെയ്യുവാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും സഭ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. സഭയ്ക്ക് കാരാഗ്രഹം തുറക്കാൻ കഴിയില്ല, പക്ഷെ പ്രാർത്ഥിപ്പാൻ കഴിയും. സഭയ്ക്ക് തങ്ങൾ ഇരിക്കുന്ന വാതിൽ തുറക്കാൻ കഴിയും, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആവശ്യമില്ലാത്ത ഭാരങ്ങളും വേദനകളും ആകുല ചിന്തകളുമാണ് നമ്മെ ഭയത്തിലേക്കും ഭീതിയിലേക്കും നയിക്കുന്നത്. അത് മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ആവശ്യമില്ലാത്ത ആകുലത, ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവശ്യമില്ലാത്ത ഭാരങ്ങൾ, ആവശ്യമില്ലാത്ത വേദനകൾ, ഇതൊക്കെ നമ്മെ വല്ലാത്ത വിഷമസന്ധിയിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്.
മാനസിക രോഗത്തിലേക്ക് നമ്മെ നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ബുദ്ധിക്കെത്താത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ചുമുണ്ടാതാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു പോലെ പത്രോസ് പറഞ്ഞല്ലോ, ബി ബാലൻസ്ഡ്, നിങ്ങൾ നിർമ്മതരായിരിപ്പീൻ. നമ്മുടെ ഹൃദയം ബാലൻസ് ചെയ്ത് നിർത്തണം. സംഗീതക്കാരനെ പോലെ നമുക്കും പറയാൻ കഴിയട്ടെ, യഹോവ എന്റെ വിളിച്ചു, എന്റെ രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.